ഹായ്, എസ് എൽ ഡോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീകളുടെ ചില സ്വഭാവങ്ങൾ പുരുഷന്മാർക്ക് തീരെ ഇഷ്ടമല്ല. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതായത് പുരുഷന്മാർക്ക് ഒത്തിരി ഇഷ്ടമുള്ള സ്ത്രീകളുടെ സ്വഭാവങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഇത്തരം സ്വഭാവങ്ങളുള്ള സ്ത്രീകളാണെങ്കിൽ ആ പുരുഷൻ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ വിട്ടു പോകാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുകയും ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളില്ലാതെ പറ്റില്ല എന്ന രീതിയിലേക്ക് ആളാവാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെ സ്വഭാവങ്ങളെയാണ് പുരുഷന്മാരെ സ്ത്രീകളിലേക്ക് ആകർഷിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ പൊതുവെ നമ്മൾ പറയാറുണ്ട് പുരുഷന്മാർ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് അവർക്ക് ഇംപ്രഷൻ ഫീൽ ചെയ്യുന്നത് ലുക്കിലാണെന്നുള്ളത്. ആദ്യം അവർ നോക്കുക ലുക്ക് തന്നെയാണ്. പക്ഷെ എന്നാലും ലോങ് ടേം അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അവർക്ക് എക്സ്പീരിയൻസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. അതായത് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇമോഷണലി അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. സോ അതിലുള്ള ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ജെന്യുइन ആയിട്ടുള്ള അപ്രിസിയേഷൻ ആണ്. അതായത് നമ്മൾ ആത്മാർത്ഥമായിട്ട് അവരെ അഭിനന്ദിക്കുക എന്നുള്ളത് ഇത് അവർ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇപ്പൊ നമ്മളെ തന്നെ ഒരാള് നമ്മൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നീ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അന്നേ പറയണം എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ, അത് നല്ലൊരു കാര്യമായിരുന്നു, ഞാൻ കുറെ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞിങ്ങനെ തള്ളി വിടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ആശ്വാസം, സമാധാനം വളരെ വലിയതായിരിക്കും അല്ലേ. ഈ സെയിം കാര്യം തന്നെ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പാർട്ട്ണർ നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിലോ ഒരു കുറച്ചുകൂടി ഇരട്ടി മധുരം കിട്ടി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതന്നെയാണ് പുരുഷന്മാരുടെ കാര്യത്തിലുള്ളത്. നമ്മൾ അവർക്ക് ഇത്തരത്തിലുള്ള അപ്രിസിയേഷൻസ് കൊടുക്കുക. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ നീ ചെയ്തത് നല്ല കാര്യമാണ്, അന്ന് എന്നെ അത്രയും കെയർ ചെയ്തിരുന്നില്ല, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് മാറും എന്നുള്ളതാണ്. അവർക്ക് വേണ്ടതും ഇത്തരത്തിലുള്ള ജെന്യുइन അപ്രിസിയേഷൻ ആണ്. സോ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ അവർക്ക് അഭിനന്ദനം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നുള്ളത് അറിയോ, നിങ്ങൾ തമ്മിൽ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എത്ര വഴക്കുണ്ടെങ്കിലും റെസ്പെക്ട് നഷ്ടപ്പെടുത്താതെ നിങ്ങൾ സംസാരിക്കുന്നതാണ്. അതായത് അവരെ ഒരുപാട് ഹേർട്ട് ചെയ്യാതെ പറയാനുള്ള കാര്യം അവരോട് പറയുന്നുണ്ട്. ഇപ്പൊ വഴക്ക് എന്നുള്ള രീതിയിലല്ല അവിടെ അപ്പോൾ ഒരു സംസാരം ഉണ്ടാവുക. അതായത് റെസ്പെക്റ്റോടുകൂടി നമ്മൾ ഒരു സംസാരത്തിലേക്ക്, ഒരു ആർഗ്യുമെന്റിലേക്ക് പോകുന്ന സമയത്ത് വലിയ വഴക്ക് അവിടെ ക്രിയേറ്റ് ആവില്ല എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ആ ഒരു ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ അവരോട് പെരുമാറുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഹേർട്ട് ചെയ്ത് സംസാരിക്കാതിരിക്കുക, വളരെ മോശം വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് പറയാതിരിക്കുക, അവരുടെ പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ ചികഞ്ഞ് പറയുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. അങ്ങനെയൊന്നും നിങ്ങൾ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ, ജസ്റ്റ് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ വിഷമങ്ങളൊക്കെ നിങ്ങൾ അവരോട് പറയുന്നുണ്ട്, പക്ഷെ ഒരിക്കലും അവരോട് ബഹുമാനം ഇല്ലാതെ സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവർ ഒത്തിരി ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഒരു വഴക്കായിട്ട് അവരത് എടുക്കില്ല. അങ്ങനെ വേണം നിങ്ങൾ ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്വഭാവവും അവർക്ക് ഇഷ്ടമാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്നുള്ളത് അറിയോ, സമാധാനം എന്നുള്ളതാണ്. ഒരു പീസ്ഫുൾ ലൈഫാണ് പൊതുവെ പുരുഷന്മാർ ആഗ്രഹിക്കാറുള്ളത്. പലപ്പോഴും സ്ത്രീകൾക്ക് അത് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത് കൊടുക്കാൻ പറ്റാത്തതിന് കാരണവും പുരുഷന്മാർ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പുരുഷന്മാർ വളരെ സ്നേഹത്തോടെ അവർ സ്നേഹിക്കുന്ന ആ ഒരു പാർട്ട്ണർ അടുത്ത്, അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ആ ഒരു പെൺകുട്ടിയോട് പെരുമാറിയാലാണ് പെൺകുട്ടികൾക്ക് ആ ഒരു സന്തോഷവും സമാധാനവും തിരിച്ചു കാണിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് സ്നേഹം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് അങ്ങനെ പെരുമാറാനും പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ പുരുഷന്മാർക്ക് ഒരു സമാധാനപൂർവ്വമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും കുറച്ച് സമാധാനം കിട്ടണം എന്നവർ ആഗ്രഹിക്കാറുണ്ട്. ഇനിയിപ്പോൾ അവർ നിങ്ങൾക്ക് വളരെ സമാധാനം തരുന്ന ഒരു പേഴ്സൺ ആണ്, സ്നേഹത്തോടെ ബിഹേവ് ചെയ്യുന്ന, നിങ്ങൾക്കെല്ലാം ചെയ്തു തരുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവരുടെ സമാധാനം കെടുത്തുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അവർക്ക് വേണ്ടത് ഇപ്പൊ അവർക്ക് ജോലിയും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് ഒന്നും മിണ്ടാതെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളത്. ആ സമയത്ത് അവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈശ്വര, അവർക്കൊന്നല്ല ആർക്കും പറ്റില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ എപ്പോഴും ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കാതെ, കുറ്റപ്പെടുത്തി സംസാരിക്കാതെ കുറച്ച് സമാധാനം കൊടുക്കുക. സമാധാനമുള്ള ജീവിതമാണ് ഏറ്റവും സൗന്ദര്യമുള്ള പാർട്ട്ണറേക്കാൾ കൂടുതലായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗന്ദര്യവും ലുക്കും ഒക്കെ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ സമാധാനം തരുന്ന ഒരു പാർട്ട്ണർ ആണെങ്കിൽ അത് അവരെ കൂടുതൽ സന്തോഷിപ്പിക്കും, സമാധാനിപ്പിക്കും എന്നുള്ളതാണ്. കൂടെ ജീവിക്കാൻ ആഗ്രഹിപ്പിക്കും. അതുകൊണ്ട് സമാധാനം കൊടുക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് കാണിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ അവരുടെ ലൈഫിൽ അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. ഓരോ ദിവസം കഴിയുമ്പോഴും അവരുടെ ലൈഫിൽ കുറെ മാറ്റങ്ങൾ വരുന്നുണ്ടായിരിക്കും, പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കും. അവരുടെ ജോലിയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. സോ അവർക്ക് ഒരു ദിവസം അവരുടെ ലൈഫിൽ പറയാനായിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്.
അപ്പോൾ അതൊക്കെ ചോദിച്ചറിയാൻ നിങ്ങൾ തന്നെ ഇൻട്രസ്റ്റ് കാണിക്കുക. അവരുടെ ലൈഫിനെ കുറിച്ച് അറിയാനും അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനുമുള്ള താല്പര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കുക. അതെങ്ങനെ വ്യക്തമാക്കുക വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതിലൂടെയാണ്. അപ്പോൾ നിങ്ങളുടെ താല്പര്യം നിങ്ങൾ എപ്പോഴും കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളുടെ സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേക കഴിവുണ്ടല്ലോ, വാത്സല്യം എന്നൊക്കെ. പുരുഷന്മാർക്കും കഴിയുന്നുണ്ടെങ്കിലും സ്ത്രീകളുടെ വാത്സല്യത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതൊക്കെയാണ് പറയാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരേ സമയം ഇപ്പോൾ അമ്മയാവാനും സഹോദരിയാവാനും കൂട്ടുകാരിയാവാനും പ്രണയിനിയാവാനും ഭാര്യയാവാനും ഒക്കെ കഴിയാറുണ്ട്. അപ്പോൾ ആ ഒരു കഴിവ് നിങ്ങൾ പുറത്തെടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ഇപ്പോൾ അവരൊന്ന് തളർന്ന് ഇരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ഒരു ഭാര്യയായിട്ടോ പ്രണയിനിയായിട്ടോ അവരുടെ അടുത്ത് മാറുക എന്നുള്ളതാണ്. അതേപോലെ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ആ സമയമാണെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ടായിട്ട് മാറാൻ നിങ്ങൾ ശ്രമിക്കുക. അതേപോലെ ഇടയ്ക്ക് നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക. അടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ചെറിയ രീതിയിലുള്ള സഹോദരി പോലെയുള്ള അങ്ങനെയുള്ള വഴക്കുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇതൊക്കെ അവരെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അവരെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അമ്മ എന്നുള്ള വാത്സല്യത്തോടെയും ആ ഒരു വാത്സല്യത്തോടെ അവർ ചീത്ത പറയാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഒരു സ്ത്രീത്വമുള്ളൊരു രീതികളുണ്ടല്ലോ, കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. ഭയങ്കരമായിട്ട് അവരെ കെയർ ചെയ്യാൻ ശ്രമിക്കാം. അവരുടെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറണം. അത് അവർ ഭയങ്കരമായിട്ട് അഡിക്റ്റായി പോകുന്നൊരു കാര്യമാണിത്. സോ അങ്ങനെ നിങ്ങളാവുക എന്നുള്ളതാണ്. അത് അങ്ങനെ ആയി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്കിയെല്ലാം വരും. റെസ്പെക്റ്റ് ആണെങ്കിലും സ്നേഹമാണെങ്കിലും അപ്രിസിയേഷൻ ആണെങ്കിലും എല്ലാം പുറകെ അങ്ങോട്ട് വന്നോളും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ കൂടെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് വിശ്വാസം നിങ്ങൾ എപ്പോഴും വെച്ച് പുലർത്തണം. അതേപോലെ തന്നെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ തമാശ പറയുന്ന, അവരെ കുറച്ച് എൻജോയ് ചെയ്യിപ്പിക്കുന്ന ഒരു പേഴ്സണാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞിട്ടുള്ള 4-5 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുക. കാരണം അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു 5 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരാളായിട്ട് നിങ്ങൾ മാറുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവർ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കും. ഒരുപാട് സ്നേഹിക്കുന്നത് മാത്രമല്ല, നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ വേണം എന്നുള്ളത് അവർ ആഗ്രഹിക്കും. അപ്പോൾ പുരുഷന്മാർ ആഗ്രഹിക്കുന്ന സ്ത്രീ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.